നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിലാദ്യമായി ഒരു മലയാളി വേൾഡ് കപ്പിൽ പന്ത് തട്ടാൻ ഇറങ്ങുകയാണ്. ഖത്തറിൻ്റെ ടീം പ്രഖ്യാപിക്കുമ്പോൾ അതിലൊരു മലയാളി പയ്യൻ ഉൾപ്പെട്ടിരിക്കുന്നു. തഹസിൻ മുഹമ്മദ് നേരത്തെ ഖത്തറിൻ്റെ ടീമിലുള്ള ആളാണ്. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കൊക്കെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ വേൾഡ് കപ്പിനുള്ള ഫൈനൽ സ്ക്വാഡ് ഖത്തറിൻ്റെ കോച്ച് ഹുലൻ ലോപ്പത്തേഗി. നമുക്ക് ലോപ്പത്തേഗി അറിയാം, മുമ്പ് സ്പാനിഷ് ദേശീയ ടീമിൻ്റെ കോച്ചായിരുന്നല്ലോ. അതുപോലെ റയൽ മാഡ്രിഡിനെ പോലും പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹമാണിപ്പോൾ ഖത്തറിൻ്റെ കോച്ച്. അദ്ദേഹം 26 ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മലയാളി 19 പയ്യൻ തഹസിൻ മുഹമ്മദ് ഇടം പിടിച്ചിരിക്കുന്നു. കണ്ണൂരിലാണ് അവൻ്റെ വേരുകൾ. അവൻ്റെ പിതാവ് ജംഷീദ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ താരമാണ്. അദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ്. തഹസിൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഖത്തറിൽ തന്നെയാണ്. അവിടുത്തെ പ്രസിദ്ധമായിട്ടുള്ള അക്കാഡമി അസ്പയറിലൂടെയാണ് അവൻ കളി തുടങ്ങുന്നത്. അതുവഴി അവൻ അവിടുത്തെ പ്രമുഖ ക്ലബ്ബായിട്ടുള്ള അൽ ദുഹൈലിലേക്ക് എത്തുകയും ചെയ്തു. അതിനുശേഷം ഖത്തറിൻ്റെ അണ്ടർ 16, അണ്ടർ 18 ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുണ്ട്. ഖത്തറിൻ്റെ ദേശീയ ടീമിലേക്ക് അവൻ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ചരിത്രം എഴുതിക്കൊണ്ട് വേൾഡ് കപ്പിന് സെലക്ട് ചെയ്യപ്പെടുന്ന, വേൾഡ് കപ്പിലൊരു ടീമിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാളിയായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രൂപ്പ് ബിയിലാണ് അവരുടെ മത്സരങ്ങളുള്ളത്. അതിനു മുമ്പ് ജൂൺ 7 പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 എൽ സാൽവഡോറുമായിട്ട് അവർ ആദ്യ മത്സരം കളിക്കും, സന്നാഹ മത്സരം കളിക്കും. വേൾഡ് കപ്പിലെ ആദ്യ മത്സരം ഗ്രൂപ്പ് ബിയിൽ സ്വിറ്റ്സർലൻഡുമായിട്ട് ജൂൺ 14 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. അതിനുശേഷം കാനഡയ്ക്കെതിരെ ജൂൺ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 3:30 രണ്ടാമത്തെ കളി കളിക്കും. മൂന്നാമത്തെ കളി ബോസ്നിയ ആൻഡ് ഹെർസാഗോവിനയ്ക്കെതിരെയാണ്. ഇറ്റലിയെ അട്ടിമറിച്ച് വരുന്ന ടീമാണ് ബോസ്നിയ ആൻഡ് ഹെർസാഗോവിന. ജൂൺ 25 പുലർച്ചെ 12:30 ആ മത്സരം കളിക്കുന്നത്. ഇതിൽ ഈ മത്സരങ്ങളിൽ അദ്ദേഹം പയ്യൻ തഹസിൻ മുഹമ്മദ് കളിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും അദ്ദേഹത്തെ അവർ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഖത്തറിൻ്റെ സ്ക്വാഡ് നമ്മൾ നോക്കിയാണ്. കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് സലാ സക്രിയ, മഹമ്മൂദ് അബുനദ, മെഷാൽ ബർഷാം എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് ഹാഷ്മി ഹുസൈൻ, അയൂബ് അലാവി, മൗലേം കൗക്കി, പെഡ്രോ മിഗ്വൽ, ഇസാലായെ, ലൂക്കാസ് മെൻഡസ്, സുൽത്താൻ അൽ ബ്രൈക്ക്, ഹൊമാം അൽ അമീൻ എന്നിവരുണ്ട്. മധ്യനിരയിലേക്ക് മുഹമ്മദ് അൽ മനായി, ജസീം ജാബർ, കരീം ബുദിയാഫ്, അഹമ്മദ് ഫത്തഹി, അബ്ദുൽ അസീസ് ഹത്തം, അസിം മദീബോ എന്നിവരാണുള്ളത്. മുന്നേറ്റ നിരയിൽ തഹസിൻ മുഹമ്മദ്, എഡ്മിൽസൺ ജൂനിയർ, അൽമോയ്സ് അലി, അക്രം അഫീഫ്, മുഹമ്മദ് മുൻതാരി, യൂസഫ് അബ്ദുൾ റസാഖ്, അഹമ്മദ് അല, അസൻ അൽ ഹൈദോസ്, അഹമ്മദ് അൽ ജനാഹി എന്നിവരാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എഴുതാം.